ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. സ്പോർട്സ് മിക്സ്. കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സ്പോർട്സ് എഴുത്തുകാരൻ മുഹമ്മദ് ദാവൂദ്. കേരള ക്രിക്കറ്റിന്റെ മുഖം മാറ്റുമെന്ന് കരുതുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസണിന് വേണ്ടിയാണ് കഴിഞ്ഞയാഴ്ച ആരാധകർ കാത്തിരുന്നത്. പ്രഥമ സീസണിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പകിട്ടോടെയും താരപ്രഭയോടെയും തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ ലീഗിനു തുടക്കമാവുകയും ചെയ്തു. സിനിമാ താരം മോഹൻലാൽ ഉദ്ഘാടകനായ ചടങ്ങിലെ മറ്റൊരു താരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗമായ സഞ്ജു സാംസൺ ആയിരുന്നു. രാജ്യാന്തര ക്രിക്കറ്റിൽ മലയാളത്തിന്റെ അഭിമാന താരമായ സഞ്ജു ഇത്തവണ കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കുന്നുണ്ട് എന്നതാണ് ടൂർണമെന്റിനു തിളക്കം കൂട്ടിയ കാര്യങ്ങളിലൊന്ന്. സഹോദരൻ സാലി സാംസൺ ക്യാപ്റ്റനായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിലാണ് വൈസ് ക്യാപ്റ്റനായി സഞ്ജു കളിക്കുന്നത്. ആകാംക്ഷയോടെ കാത്തിരുന്ന ആരാധകർക്ക് ആവേശം സമ്മാനിക്കുന്നതായി ലീഗിലെ ആദ്യ മത്സരം തന്നെ. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കൊല്ലം സെയിലേഴ്സും 2ാം സ്ഥാനക്കാരായ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് ഏറ്റുമുട്ടിയ മത്സരത്തിൽ 1 വിക്കറ്റിനായിരുന്നു കൊല്ലത്തിൻ്റെ ത്രില്ലർ ജയം. അവസാന ഓവറിൽ ഇരട്ട സിക്സർ നേടിയ ബിജു നാരായണനായിരുന്നു കൊല്ലത്തിൻ്റെ വിജയശില്പി. ഇരു ടീമിലെയും ബൗളർമാർ തിറങ്ങിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് 18 ഓവറിൽ 138 റൺസിന് ഓൾ ഔട്ടായി. ചെറിയ വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ബാറ്റ് ചെയ്ത കൊല്ലം തുടക്കത്തിൽ തന്നെ തകർച്ച നേരിട്ടു. പ്രധാന ബാറ്റർമാരായ വിഷ്ണു വിനോദ്, ക്യാപ്റ്റൻ സച്ചിൻ ബേബി തുടങ്ങിയവരെയെല്ലാം നഷ്ടമായ അവർക്ക് അവസാന 2 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നിൽക്കെ 24 റൺസ് വേണ്ടിയിരുന്നു. ഏദൻ ആപ്പിൾ ടോം അവസാന പന്തിൽ നേടിയ 6ന്റെ ബലത്തിൽ 19ാം ഓവറിൽ 10 റൺസാണ് അവർക്ക് നേടാനായത്. അതോടെ വിജയലക്ഷ്യം 6 പന്തിൽ 14 റൺസ് എന്നായി. ആദ്യ 3 പന്തിൽ 2 റൺസ് മാത്രം നേടാനായതോടെ അത് വീണ്ടും ചുരുങ്ങി 3 പന്തിൽ 12 റൺസ്. എന്നാൽ വിജയമുറപ്പിച്ചിരുന്ന കാലിക്കറ്റിൻ്റെ നെഞ്ചു തകർത്ത് ബിജു നാരായണൻ്റെ ബാറ്റിൽ നിന്നുള്ള 2 സിക്സറുകൾ ഗാലറിയിലേക്ക് പറന്നു. 1 പന്ത് ശേഷിക്കെ കൊല്ലത്തിന് 1 വിക്കറ്റ് ജയം. അപരാജിതമായ 10ാം വിക്കറ്റിൽ 13 പന്തിൽ 24 റൺസാണ് ഏദൻ ആപ്പിൾ ടോമും ബിജു നാരായണനും ചേർന്ന് നേടിയത്. 16 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തിയ കൊല്ലം പേസർ ഷറഫുദ്ദീനായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. വെള്ളിയാഴ്ച രാത്രി നടന്ന സീസണിലെ 2ാം മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ജയം പക്ഷേ അനായാസമായിരുന്നു. ട്രിവാൻഡ്രം റോയൽസിനെ 97 റൺസിൽ വരിഞ്ഞു മുറുക്കിയ കൊച്ചി മറുപടി ബാറ്റിംഗിൽ 12ാം ഓവറിൽ തന്നെ വിജയം കണ്ടു. തിരുവനന്തപുരംകാരായ സഞ്ജു സാംസണും സാലി സാംസണും ട്രിവാൻഡ്രത്തിനെതിരെ കളിക്കാനിറങ്ങിയതായിരുന്നു മത്സരത്തിലെ കൗതുകങ്ങളിലൊന്ന്. മത്സരത്തിലെ ആദ്യ പന്തിൽ തന്നെ സഞ്ജുവും സാലിയും ചേർന്ന് ട്രിവാൻഡ്രത്തെ ഞെട്ടിക്കുകയും ചെയ്തു. സാലി എറിഞ്ഞ പന്തിൽ ട്രിവാൻഡ്രം ഓപ്പണർ എസ് സുബിൻ റണ്ണിന് ശ്രമിച്ചപ്പോൾ പന്ത് ഓടിപ്പിടിച്ചെടുത്ത സഞ്ജു അത് മികച്ച ത്രോയിലൂടെ സാലിയുടെ കൈകളിലെത്തിച്ചു. സാലി സ്റ്റംപ് ചെയ്യുമ്പോൾ സുബിൻ ക്രീസിലെത്തിയിരുന്നില്ല. ആദ്യ പന്തിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടം. ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദും ഗോവിന്ദ് ദേവ് പയ്യും കൂടി റണ്ണൌട്ടിലൂടെ പുറത്തായതോടെ ട്രിവാൻഡ്രം പതറി. 3 മുൻനിര വിക്കറ്റുകൾ വീഴ്ത്തിയ അഗിൻ സത്താറാണ് അവരെ തകർത്തത്. ഒരു ഘട്ടത്തിൽ 5 വിക്കറ്റിന് 22 റൺസ് എന്ന നിലയിലായിരുന്ന ട്രിവാൻഡ്രത്തെ രക്ഷിച്ചെടുത്തത് പിന്നീട് വന്ന ബാറ്റർമാരാണ്. മറുപടി ബാറ്റിംഗിൽ സാലി 30 പന്തിൽ 50 റൺസ് നേടി ടീമിൻ്റെ ടോപ്പ് സ്കോർ ആയപ്പോൾ സഞ്ജുവിന് ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നില്ല. ഇന്നിംഗ്സിലെ അവസാന പന്തിൽ സിക്സർ നേടിയാണ് സാലി തൻ്റെ അർദ്ധ സെഞ്ചുറിയും ടീമിൻ്റെ വിജയവും ഉറപ്പിച്ചത്. KCL സീസണിനു തൊട്ടുമുമ്പ് സഞ്ജു സാംസൺ ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ചതും സംസ്ഥാനത്തെ ക്രിക്കറ്റ് ആരാധകർക്ക് സന്തോഷമേകി. പതിവ് പോലെ ടീമിൽ ഇടം പിടിച്ചവരെക്കുറിച്ചും ഒഴിവാക്കപ്പെട്ടവരെക്കുറിച്ചുമുള്ള വാദപ്രതിവാദങ്ങളും ആരാധകർക്കിടയിൽ സജീവമായി. അജിത് അഗാക്കർ ചീഫ് സെലക്ടറായ കമ്മിറ്റി സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനായി നിലനിർത്തിയപ്പോൾ വൈസ് ക്യാപ്റ്റൻ പദവി ഏൽപ്പിച്ചത് നിലവിൽ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മൻ ഗില്ലിനെ. IPLലെയും ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെയും പ്രകടനമാണ് ബാറ്റർ എന്ന നിലയിൽ ഗില്ലിനു തുണയായത്. എന്നാൽ 2020 ഗില്ലിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന ശ്രേയസ് അയ്യരെയും യശസ്വി ജയ്സ്വാളിനെയും തഴഞ്ഞത് വിമർശനങ്ങൾക്കു വഴിവെച്ചു. 17 അംഗ ടീമിനെ പ്രഖ്യാപിക്കാമെന്നിരിക്കെ 15 അംഗ ടീമിനെ മാത്രമാണ് ഇന്ത്യ തിരഞ്ഞെടുത്തത്. സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ ഏറെയുള്ള ടീമിൽ സഞ്ജു പ്ലേയിങ് 11-ൽ ഇടം പിടിക്കാൻ സാധ്യത കുറവാണ് എന്ന ആശങ്കയുമുണ്ട്. വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മ ടീമിലുണ്ട് എന്നതും സഞ്ജുവിൻ്റെ സാധ്യത കുറക്കുന്ന കാരണമാണ്. ഗില്ലും ജയ്സ്വാളും ഇല്ലാത്ത ഘട്ടങ്ങളിലാണ് മുൻപ് സഞ്ജുവിന് അവസരം നൽകിയിരുന്നതെന്ന അഗാർക്കറിൻ്റെ പരാമർശം വിവാദമാവുകയും ചെയ്തു. സെപ്റ്റംബർ 10 ദുബായിൽ ആതിഥേയരായ UAEക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. യൂറോപ്യൻ ഫുട്ബോൾ ലീഗുകളുടെ കിക്ക് ഓഫ് ആയിരുന്നു കഴിഞ്ഞ വാരം കായിക പ്രേമികൾ കണ്ണുനട്ടിരുന്ന മറ്റൊരു മൈതാന വിശേഷം. മേജർ ലീഗുകളായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും സ്പാനിഷ് ലീഗിലും ഫ്രഞ്ച് ലീഗിലും മത്സരങ്ങൾക്കു തുടക്കമായി. ജർമ്മൻ ബുണ്ടസ്ലിഗയിലും ഇറ്റാലിയൻ സീരിയയിലും വരും ദിവസങ്ങളിൽ സീസൺ ആരംഭിക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സ്വന്തം മൈതാനമായ ആൻഫീൽഡിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ ലിവർപൂളിൻ്റെ എതിരാളികൾ ബോൺമത്ത് ആയിരുന്നു.
കാർ അപകടത്തിൽ മരണമടഞ്ഞ ക്ലബിൻ്റെ പോർച്ചുഗീസ് താരം ഡിയോഗോ ജോട്ടയുടെ ഓർമ്മകൾ തുടിച്ചുനിന്ന അന്തരീക്ഷത്തിൽ മത്സരം രണ്ടാം പകുതി തുടങ്ങിയപ്പോഴേക്കും ലിവർപൂൾ 2-0 മുന്നിലെത്തിയിരുന്നു. ഈ സീസണിൽ ക്ലബിലെത്തിയ ഫ്രഞ്ച് താരം യൂഗോ എക്കിറ്റിക്കയാണ് 37-ാം മിനിറ്റിൽ ഗോളടിക്കു തുടക്കമിട്ടത്. 49-ാം മിനിറ്റിൽ കോഡി ഗാഗ്പോ ലിവർപൂളിൻ്റെ ലീഡ് ഉയർത്തി. എന്നാൽ 64-76 മിനിറ്റുകളിലായി ബോൺമത്ത് താരം അന്റോണിയോ സെമന്യോ നേടിയ ഗോളിൽ മത്സരം ആവേശകരമായി. ഒടുവിൽ 88-ാം മിനിറ്റിൽ ഇറ്റാലിയൻ താരം ഫെഡറിക്കോ കിയേസ നേടിയ ഗോളാണ് ലിവർപൂളിനെ മത്സരത്തിലേക്കു തിരിച്ചു കൊണ്ടുവന്നത്. ഇഞ്ചറി ടൈമിൽ ഈജിപ്ഷ്യൻ സൂപ്പർ താരം മുഹമ്മദ് സലായും ലക്ഷ്യം കണ്ടതോടെ ലിവർപൂളിൻ്റെ ആവേശജയം പൂർണ്ണമായി. ലിവർപൂളിൻ്റെ ജയത്തിനപ്പുറം മത്സരത്തെ ചർച്ചയാക്കിയത് ബോൺമത്തിൻ്റെ ഗാനാ താരം സെമന്യോ ഗാലറിയിൽ നിന്ന് നേരിട്ട വംശീയ അധിക്ഷേപം കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഇംഗ്ലീഷ് ഫുട്ബോളിലെ വംശീയ അധിക്ഷേപങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിൻ്റെ സങ്കടകരമായ സൂചന കൂടിയായി പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെയുണ്ടായ ഈ സംഭവം. മത്സരങ്ങളിലേക്ക് തിരിച്ചു വരാം. കഴിഞ്ഞ സീസണിൽ താളം കണ്ടെത്താനാവാതെ കഷ്ടപ്പെട്ട മാഞ്ചസ്റ്റർ സിറ്റി ഇത്തവണ ആദ്യ മത്സരത്തിൽ തന്നെ ഫോമിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ സൂചന നൽകി. വൂൾവ്സിൻ്റെ മൈതാനത്ത് അവരെ 4-0 പെപ് ഗാർഡിയോളയുടെ ടീം തകർത്തുവിട്ടത്. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിൻ്റെ ഇരട്ട ഗോളുകൾ സിറ്റിക്ക് ഇരട്ടി മധുരമായി. ടിജാനി റൈൻഡേഴ്സ്, റയാൻ ചെർക്കി എന്നിവരായിരുന്നു സിറ്റിയുടെ മറ്റു സ്കോറർമാർ. ആദ്യ ആഴ്ചയിലെ സൂപ്പർ പോരാട്ടം വമ്പൻ ക്ലബ്ബുകളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സണലും തമ്മിലായിരുന്നു. സ്വന്തം മൈതാനത്ത് 1 ഗോൾ തോൽവി വഴങ്ങേണ്ടി വന്നെങ്കിലും മത്സരത്തിൽ ടീമിൻ്റെ പ്രകടനം യുണൈറ്റഡ് കോച്ച് റൂബൻ അമോറിമിന് പ്രതീക്ഷ നൽകുന്നതായി. ബേൺലിയെ 3-0 തോൽപ്പിച്ച മത്സരത്തിൽ ടോട്ടനം താരം റിച്ചാർലിസൺ നേടിയ ബൈസിക്കിൾ ഗോളായിരുന്നു മൈതാനത്തെ മനോഹര നിമിഷങ്ങളിലൊന്ന്. 2022 ലോകകപ്പിൽ സെർബിയക്കെതിരെ ബ്രസീലിനു വേണ്ടി താൻ നേടിയ ഗോളിനെ അനുസ്മരിപ്പിക്കുന്നതായി റിച്ചാർലിസൻ്റെ പ്രകടനം. ആദ്യ ആഴ്ച കയ്യടി നേടിയ മറ്റൊരു ടീം 2ാം സീസണിൽ നിന്ന് പ്രമോഷൻ നേടിയെത്തിയ സണ്ടർലാൻഡാണ്. വെസ്റ്റ് ഹാമിനെ 3-0 അവർ തകർത്തത്. ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കളായ ചെൽസിയും കമ്മ്യൂണിറ്റി ഷീൽഡ് ജേതാക്കളായ ക്രിസ്റ്റൽ പാലസും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതായിരുന്നു മറ്റൊരു പ്രധാന മത്സരഫലം. സ്പാനിഷ് ലീഗിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബാഴ്സലോണ ഉജ്ജ്വല ജയത്തോടെ തുടങ്ങിയപ്പോൾ റയൽ മാഡ്രിഡ് കുറച്ച് കഷ്ടപ്പെട്ടാണ് ജയിച്ചത്. മയോർക്കയെ 3-0 തകർത്ത മത്സരത്തിൽ റഫീഞ്ഞ, ഫെറാൻ ടോറസ്, ലമീൻ യമാൽ എന്നിവരായിരുന്നു ബാഴ്സയുടെ സ്കോറർമാർ. ഒസാസുനക്കെതിരെ റയലിനെ 1-0 വിജയത്തിലെത്തിച്ചത് 51-ാം മിനിറ്റിൽ കിലിയൻ എംബപ്പെ നേടിയ പെനാൽറ്റി ഗോളാണ്. റയലിൻ്റെ അയൽക്കാരായ അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യ മത്സരത്തിൽ എസ്പന്യോളിനെതിരെ 2-1 തോൽവി വഴങ്ങി. നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG-ക്കും ഫ്രഞ്ച് ലീഗിലെ ആദ്യ മത്സരം കടുപ്പമായി. നാൻഡസിനെതിരെ 1-0 അവരുടെ ജയം. ജർമ്മൻ ബുണ്ടസ്ലീഗ സീസൺ തുടങ്ങുന്നതിനു മുമ്പ് ജർമ്മൻ സൂപ്പർ കപ്പിൽ ജേതാക്കളായത് ബയൺ മ്യൂണിക്കിന് ആത്മവിശ്വാസമേകുന്നതായി. മുൻ താരം ഫ്രാൻസ് ബെക്കൻബോവറുടെ പേരിൽ പുതുതായി നാമകരണം ചെയ്യപ്പെട്ട ട്രോഫിയിൽ സ്റ്റുട്ട്ഗർട്ടിനെതിരെ 2-1 ബയണിൻ്റെ ജയം. ഹാരി കെയ്ൻ, ലൂയിസ് ഡയസ് എന്നിവരായിരുന്നു സ്കോറർമാർ. കഴിഞ്ഞ വാരം ഫുട്ബോൾ ആരാധകരെ ഞെട്ടിച്ച സംഭവം ബ്രസീലിയൻ ലീഗിൽ സാന്റോസിൻ്റെ വൻ തോൽവിയായിരുന്നു. ബ്രസീലിയൻ സീരിയ മത്സരത്തിൽ വാസ്കോഡ ഗാമ ക്ലബിനെതിരെ 6-0 സൂപ്പർ താരം നെയ്മാർ അംഗമായ ടീമിൻ്റെ തോൽവി. കരിയറിലെ ഏറ്റവും വലിയ തോൽവി വഴങ്ങേണ്ടി വന്ന നെയ്മാർ കരഞ്ഞുകൊണ്ടാണ് മൈതാനം വിട്ടത്. വാസ്കയ്ക്കു വേണ്ടി തുടക്കത്തിൽ തന്നെ ലൂക്കാസ് പിറ്റൻ ഗോളടിച്ചപ്പോൾ 2ാം പകുതിയിൽ ബ്രസീൽ ടീമിൽ നെയ്മാറിൻ്റെ സഹതാരമായിരുന്ന ഫിലിപ്പെ കുട്ടീഞ്ഞോ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കി. ഡേവിഡ് കൊറിയ, റയാൻ, ഡാനിനോ നെവസ് എന്നിവരും വാസ്കോയ്ക്കു വേണ്ടി വലകുലുക്കി. തോൽവിയോടെ ലീഗിൽ 15ാം സ്ഥാനത്തായ സാന്റോസ് തരം താഴ്ത്തൽ ഭീഷണിയിലാണ്. മത്സരത്തിനിടെ 3ാം മഞ്ഞക്കാർഡ് വാങ്ങിയ നെയ്മറിന് അടുത്ത മത്സരത്തിൽ കളിക്കാനുമാവില്ല. മത്സരത്തിനു പിന്നാലെ പരിശീലകൻ ക്ലബർ സേവിയറിനെ സാന്റോസ് പുറത്താക്കുകയും ചെയ്തു. പുതിയ കോച്ച് ഖാലിദ് ജമീലിന് കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം തലമുറ മാറ്റത്തിലേക്ക് കടക്കുന്നു എന്നതിനു തെളിവായി കാഫ നേഷൻസ് കപ്പിനുള്ള ടീമിൻ്റെ പ്രഖ്യാപനം. ഈ മാസം 29 മുതൽ തജിക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലുമായി നടക്കുന്ന ടൂർണമെൻറ്റിനുള്ള 35-അംഗ സാധ്യതാ ടീമിലാണ് വിരമിക്കൽ തീരുമാനം പിൻവലിച്ച് ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് വന്ന 41-കാരൻ സുനിൽ ഛേത്രിക്ക് ഇടമില്ലാതെ പോയത്. മുൻ ഇന്ത്യൻ കോച്ച് മനോലോ മാർക്കസിൻ്റെ അഭ്യർത്ഥന പ്രകാരം വിരമിക്കൽ പിൻവലിച്ച് തിരിച്ചെത്തിയ ഛേത്രി അതിനുശേഷം ഇന്ത്യക്കായി 3 മത്സരങ്ങളാണ് കളിച്ചത്. അതിൽ 1-ൽ മാത്രമാണ് ടീം ജയിച്ചത്. ISL ക്ലബ്ബ് ബംഗളൂരു FC-യുടെ താരമായി ഛേത്രിയില്ലെങ്കിലും ടീമിൽ നിന്ന് ഗോളി ഗുർപ്രീത് സിംഗ് സന്ധു ഉൾപ്പെടെ 5 പേരെ ഖാലിദ് ജമീൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ താരങ്ങൾ മോഹൻ ബഗാനിൽ നിന്നാണ് 7 പേർ. ടൂർണമെൻറ്റിൽ ഇറാൻ, തജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയവരുൾപ്പെടുന്ന B ഗ്രൂപ്പിലാണ് ഇന്ത്യ. 29-ന് തജിക്കിസ്ഥാനെതിരായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. കിർഗിസ്ഥാൻ, ഒമാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവരാണ് A ഗ്രൂപ്പിലുള്ളത്.
ഇതിൽ ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയവർ 2026 ലോകകപ്പിന് യോഗ്യത നേടിയ ടീമുകളാണ്. ഏഷ്യയിലെ കരുത്തരായ ടീമുകൾക്കെതിരെ പോരാടി തെളിയിച്ച് ഇന്ത്യ പുതിയ കോച്ചിന് കീഴിൽ പുതുയുഗത്തിലേക്ക് കടക്കുമെന്നു പ്രത്യാശിക്കാം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിലൂടെ തങ്ങളുടെ കരുത്ത് തെളിയിച്ച ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീം അതിനുശേഷം തിരക്ക് പിടിച്ച മത്സരങ്ങളിലാണ്. സിംബാബ്വെക്കെതിരെ 2 മത്സര ടെസ്റ്റ് പരമ്പര അനായാസം ജയിച്ച പ്രോട്ടിയസ് പിന്നീട് ന്യൂസിലാൻഡ് കൂടി ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര T20 പരമ്പരയിൽ ഫൈനലിൽ പരാജയപ്പെട്ടു. ഓസ്ട്രേലിയക്കെതിരെ T20 പരമ്പരയിലും പോരാട്ട വീര്യം പുറത്തെടുത്തെങ്കിലും 2-1 പരമ്പര കൈവിടാനായി വിധി. എന്നാൽ കഴിഞ്ഞ ദിവസം ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തെമ്പ ബവൂമയുടെ നേതൃത്വത്തിലുള്ള ടീം ശക്തമായി തിരിച്ചടിച്ചു. കെയ്ൻസിലെ കസാലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 98 റൺസിനായിരുന്നു സന്ദർശകരുടെ ജയം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക എയ്ഡൻ മാർക്രം, തെമ്പ ബവൂമ, മാത്യു ബ്രീറ്റ്സ്കെ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുടെ മികവിൽ 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 296 റൺസ്. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ കേശവ് മഹാരാജിന് മുന്നിൽ തകർന്നടിഞ്ഞ ഓസീസ് 40.5 ഓവറിൽ 198 റൺസിന് ഓൾ ഔട്ടായി. 10 ഓവറിൽ 33 റൺസ് വഴങ്ങി 5 വിക്കറ്റ് എടുത്ത മഹാരാജാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. സ്പോർട്സ് മിക്സ് കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്പോർട്സ് എഴുത്തുകാരൻ മുഹമ്മദ് ദാവൂദ്.